ഇപ്പോഴത്തെ കിളിക്കൂട്ടിലാണെങ്കിൽ നമ്മുടെ സുധീഷാണെങ്കിൽ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ സുധീഷിൻ്റെ അടുത്താണെങ്കിൽ നിധി സംസാരിക്കുന്നില്ല. വളരെ വലിയ ദേഷ്യം വെച്ച് പുലർത്തുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നിധിയെ തനിയെ കിട്ടുന്ന സമയം സുധീഷ് പറയുന്നുണ്ട്, നിധി എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റ് സമ്മതിച്ചു, എനിക്ക് തന്നെ ഇഷ്ടമായതുകൊണ്ടാണ്. ആ അവസരത്തിൽ ഞാൻ അങ്ങനെ ചെയ്തത് തനിക്കും കൂടി വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ സുധീഷെ വെറുതെ ആവശ്യമില്ലാതെ തൻ്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റിക്കറങ്ങാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. താൻ ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയാത്തത് തൻ്റെ സഹോദരങ്ങളെ വേദനിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അവർ നല്ല വ്യക്തിത്വമുള്ളവരാണ്, നല്ല സ്നേഹമുള്ളവരാണ്. അവരിതറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുൻപിൽ വരാൻ വരെ ചിലപ്പോൾ മടിച്ചെന്ന് വരും. അവർ പിന്നെ എൻ്റെ കൺമുൻപിലേക്ക് കടന്നു വരില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിതിനെക്കുറിച്ചൊന്നും അവരെ അറിയിക്കാത്തത്, മനസ്സിലായോ എന്ന് കരുതി. തന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അവരെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി മാത്രം എന്ന് പറയുന്നു. ഇതേ സമയം നിധിയാണെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ സുധീഷ് സംസാരിക്കുന്നുണ്ട്. നിധി ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുതാൻ എന്ന് പറയുമ്പോൾ എനിക്ക് തൻ്റെ ഒരു കാര്യവും മനസ്സിലാക്കാനോ അതിലിടപെടാനോ താല്പര്യമില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ ആകെ സങ്കടത്തിലാണ് നമ്മുടെ സുധീഷ്. ഇതിനിടയിൽ നമ്മുടെ സഹോദരനിൽ ഒരാളാണെങ്കിൽ നിധിയോട് ചോദിക്കുന്നുണ്ട്, അതായത് സുധീഷിൻ്റെ ജ്യേഷ്ഠൻ നിധിയോട് ചോദിക്കുന്നുണ്ട്, നിധി എന്തെങ്കിലും പ്രശ്നം നീയും സുധീഷും തമ്മിലുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം നിധി സത്യം തുറന്നു പറയുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. നിധി എന്തായാലും തുറന്നു പറയാൻ സാധ്യതയൊന്നുമില്ല. കാരണം വീട്ടുകാരെ വേദനിപ്പിക്കാതിരിക്കാനാണ് നിധി ഇപ്പോൾ അവിടെ തുടരുന്നത് എന്ന് കാണാനായിട്ട് കഴിയും.